ഒരു ദിവസം പുട്ടാല് നല്ല ഉറക്കമാ. ഭാഗ്യം. ദേ ഇരിക്കുന്നു സാധനം. ഹയ്യടാ, ആ വലയും എടുത്തോ. ഹിഹിഹിഹി. വിട്ടോടാ. ഹിഹിഹിഹി. താമസിയാതെ. എന്തോന്നാ കുട്ടൂസ ഇത്? മീൻ വളർത്തൽ തുടങ്ങിയോ? മീനല്ലടാ, നീരാളിയാ. നീരാളിയോ? അപ്പോൾ പ്രവചനം തുടങ്ങിയോ? ഹിഹിഹിഹി. ഇത് പോൾ നീരാളിയൊന്നുമല്ലടാ, കില്ലർ നീരാളിയാ. എന്നുവെച്ചാൽ ഇവനെ ഏതേലും വലയിൽ വയ്ക്കണം, എന്നിട്ട് അതിനടിയിൽ കിടന്നുറങ്ങിയാൽ ഹിഹിഹിഹി. ഉറങ്ങിയാൽ നേരം വെളുക്കുമ്പം ഇവൻ ആന പോലെ വളർന്ന് ഉറങ്ങുന്നവരെ നെക്കിക്കൊല്ലും. അയ്യോ, എന്നാൽ ഇവനെ കയ്യോടെ തട്ടിക്കളാം. ഇമ്മിണി പൊളിക്കും. വലിയ കൊള്ളക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്നു മരത്തളിയന്മാർ. ഹിഹിഹിഹി. എടാ, നിങ്ങളിത് ആ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്ക്. രാവിലെ ഇവൻ സ്റ്റേഷൻ കാലിയാക്കും. അയ്യടാ, അത് കലക്കും. രാജുവും രാധയും ആ കാഴ്ച കണ്ടു. ലുട്ടാപ്പി, എന്താണ് അവരുടെ കയ്യിൽ? വേഗം നമുക്ക് മായാവിയെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം. എത്തിപ്പോയി. മായാവി വിവരമറിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കി വരാം. വേഗം വരണേ. അതേ സമയം ഹിഹിഹിഹി, ഇവിടെ ഇരിക്കട്ടെ. അത് ശരി, രാക്ഷസ നീരാളിയാണല്ലേ, പണിയുണ്ട്. ഇവനെ എത്തിക്കേനിടത്ത് എത്തിക്കാം. കുറേ കഴിഞ്ഞ്, എടാ ലുട്ടാപ്പി, ഈ ചിലന്തി വലയൊക്കെ നാളെ രാവിലെ തൂത്ത് കളയണം. പിന്നെ കുന്തമോടിക്കാൻ തന്നെ നേരമില്ല. അപ്പോഴാ നേരം വെളുത്തപ്പോൾ. അയ്യോ, ഒന്ന് പതുക്കെ ഞെക്കടാ. അയ്യോ. വലമാറ്റ വിദ്യ കലക്കി. അയ്യോ, അമ്മേ.